Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള കടായി ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മാതിരി ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നമ്മളുടെ നാട്ടിലും വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ഡിഷ് തന്നെയാണ്. നമ്മളുടെ വ്യൂവേഴ്സിൽ വളരെയധികം പേര് ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ ഇടാമെന്ന് ചോദിച്ച് വളരെയധികം റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് ഒരു കടായി ചിക്കൻ എങ്ങനെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമുക്ക് ആവശ്യമായുള്ള എല്ലാ സാധനവും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് മിക്സ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ആദ്യമായി തന്നെ നമുക്ക് ചിക്കൻ എങ്ങനെ മാരിനേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന 1 കിലോ ചിക്കനാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ല നീരുള്ള നാരങ്ങയുടെ ഒരു പകുതി കൂടെ നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അടുത്തായി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അടുത്തായി നമുക്ക് ഒനിയൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിന്ന് 3 മീഡിയം സൈസുള്ള ഒനിയനാണ് എടുത്തേക്കുന്നത്. ഇതിൽ 2 ഒനിയൻ നമ്മൾ ചോപ്പ് ചെയ്തും ഒരെണ്ണം നമ്മൾ ഡൈസ് ചെയ്തും അല്ലെന്നുണ്ടെങ്കിൽ ക്യൂബ്സ് ആയിട്ടുമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അടുത്തായി നമ്മൾ ഉപയോഗിക്കുന്നത് 3 ഡിഫറെൻറ്റ് കളറുള്ള ക്യാപ്സിക്കമാണ്. ഇത് നമ്മൾ ഡൈസ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 3 ചെറിയ ടൊമാറ്റോ ആണ്. ടൊമാറ്റോ നമ്മൾ ജസ്റ്റ് റഫ്ലി ഡൈസ് ചെയ്താണ് എടുക്കുന്നത്. അടുത്തായി നമ്മൾ മീഡിയം സൈസിലുള്ള 2 ജിഞ്ചർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജൂലിയനായിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്തായി നമ്മൾ 1 കുടം വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമായുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കട്ടിങ്ങിനെ കുറിച്ച് എനിക്ക് ചെറിയൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ പല ഡിഷിനും പല രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ കുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഡിഷിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ചില ഡിഷുകൾക്ക് നമ്മൾ ഡൈസ് ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്ക്വയർ ടൈപ്പിലായിരിക്കും കട്ട് ചെയ്യുന്നത്. ചിലർ നമ്മൾ ഫൈൻ ചോപ്പായിരിക്കും. ചോപ്പ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുന്നതിനാണ് ചോപ്പിംഗ് എന്ന് പറയുന്നത്. ഇനിയിപ്പം ചില ഡിഷുകൾ നമ്മൾ ജൂലിയനായിട്ട്, അതായത് നീളത്തിലരിഞ്ഞ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഓരോ കട്ടിങ്ങും നമ്മുടെ ഡിഷിനെ അത് ഡയറക്റ്റ്ലി ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രൊഫഷണലായിട്ട് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ റെസിപ്പി ഫോളോ ചെയ്യുമ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന അതേ രീതിയിൽ ഫോളോ ചെയ്യാൻ നോക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തായി നമ്മൾ ഹാൻഡ് ബ്ലെൻഡറുടെ ജാറിലേക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്കോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ടൊമാറ്റോയിൽ നിന്നും 2 ടൊമാറ്റോ നമുക്ക് ഇതിലേക്ക് ഇടാം. അതിനുശേഷം നമുക്കൊരു 1/4 കപ്പ് കാഷ്യൂനട്ട് കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്കെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായി സ്റ്റവ് എടുത്ത് വെച്ചതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാത്രം സ്റ്റവിലേക്ക് വെച്ച് സ്റ്റൗ ഓണാക്കി നമുക്ക് സിമ്മറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ കടായി മസാല നമുക്കിന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ പാത്രത്തിൽ കാണുന്ന സ്പൈസസ് ആണ് നമ്മൾ കടായി മസാലയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു 5 ചുവന്ന മുളക്, ഒരു 5 കരയാമ്പു, 5 ഏലക്ക, 3 ചെറിയ ബേ ലീഫ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, 2 സ്റ്റാർ അനീസ്, 1/2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാനിലേക്ക് ഇട്ടതിന് ശേഷം ചെറുതായിട്ട് നമുക്കിന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റൗവിൻ്റെ ഫ്ലെയിം എപ്പോഴും സിമ്മറിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ഫ്ലെയിമിലേക്ക് ഇട്ട് വേണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഏകദേശം ഒരു 30 സെക്കൻഡ്സ് ഇവിടെ സിമ്മറിലിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്ന മാതിരി നമ്മുടെ സ്പൈസസിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം നമ്മുടെ സ്പൈസസ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് കാണാൻ മാതിരി നമ്മൾ നല്ല തരിതരിയായിട്ടാണ് പൊടിച്ചെടുത്തേക്കുന്നത്. അടുത്തായി നമുക്ക് സ്റ്റൗവിലേക്ക് നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് നമ്മുടെ പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഞാനിന്ന് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഗീയോ ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ജിഞ്ചർ നമുക്ക് ഇതിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഗാർലിക്കും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. അതിനുശേഷം നമുക്കൊരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ജിഞ്ചറും ഗാർലിക്കും ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒനിയൻ നമുക്ക് ആഡ് ചെയ്യാം. ഒനിയൻ ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
നിങ്ങൾക്ക് കാണാൻ മതി നമ്മളുടെ ഒനിയൻ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അടുത്തതായി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ടൊമാറ്റോയും കാഷ്യൂനട്ടും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഒഴിച്ച ടൊമാറ്റോയും കാഷ്യൂനട്ട് പേസ്റ്റും നന്നായിട്ട് ഇവിടെ കുക്കായിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഹാഫിലേക്ക് ഇട്ട് പാനിൻ്റെ ലിഡും വെച്ച് ഏകദേശം നമുക്കൊരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും ഒനിയനും ക്യാപ്സിക്കവും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ പൊടിച്ചെടുത്ത സ്പൈസസും കൂടെ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ചിക്കൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ നമുക്ക് സിമ്മറിലേക്ക് ഇടാം. സിമ്മറിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് പാനിൻ്റെ ലിഡ് വെച്ച് 8 തുടങ്ങി 10 മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഗൈസ്, നമ്മളുടെ ചിക്കൻ ഏകദേശം ഒരു 10 മിനിറ്റ് വരെ നമ്മൾ സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്ന മാതിരി നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്തായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളുടെ ചിക്കൻ കാണാൻ നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. ഗൈസ്, ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ കടായി മസാലയുടെ ടേസ്റ്റ് നല്ല രീതിയിലുണ്ട്. അതുമാതിരി തന്നെ നമ്മളുടെ ടൊമാറ്റോയും നമ്മളുടെ കാഷ്യൂനട്ട് പേസ്റ്റും അരച്ചതിൻ്റെ കുറച്ചൊരു സ്വീറ്റ്നെസ്, നല്ലൊരു റിച്ച്നെസ് ഇതിനകത്ത് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ ചാനലിലേക്ക് ഇതുമാതിരത്തെ വീഡിയോ കാണുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണൂടെ എനേബിൾ ചെയ്ത് നിങ്ങൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ വരും. അതുവഴി നിങ്ങൾക്ക് പുതിയ വീഡിയോസ്, പുതിയ റെസിപ്പീസ് കാണുവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, until I see you with a different video. Bye bye.